സുനീലവനെ നീ എന്താ സ്ഥലത്ത് ചേച്ചി തന്നെ അന്വേഷിക്കണം പറഞ്ഞു. എനിക്ക് മേപ്പാടം ജോത്സ്യനാ? ഓ മേപ്പാടം തേപ്പാടണ്ടാ പേര് കേട്ട് അറിഞ്ഞൂടെ? എന്തൊക്കെയായാലും എനിക്ക് നയാളൊന്ന് കണ്ടാലേ പറ്റൂ. അല്ല ഈ സുനീല മോൻ ഇപ്പൊ മേപ്പാടനെ കാണേണ്ട കാര്യം ഇത് തന്നെ പ്രോബ്ലം. നീ ഈ നാട്ടുകാർ കംപ്ലീറ്റ് എന്നെ വിളിക്കണം സുനീര മോനെ സുനീര മോനെ. ഇത് കേട്ട് കേട്ട് ഞാൻ മടുത്തു. എന്റെ ഒറിജിനൽ പേര് ആരും വിളിക്കില്ലെന്ന്. ഇതിന്റെ ഒറിജിനൽ പേര് വിളിച്ചിട്ട് ഇപ്പൊ എന്താണ്? പണ്ട് നിനക്ക് 100 കേട്ടാന്ന് എടുത്ത് അച്ഛൻ ചെവി വിളിച്ചല്ലേ ഉള്ളൂ. അഥവാ സ്കൂളിൽ പോയിരുന്നെങ്കിൽ ടീച്ചർമാരൊക്കെ വിളിച്ചില്ല. ദൈവം സാധിച്ചത് ഇയാൾ സ്കൂളിൽ പോയിട്ടില്ല. വേണ്ടേ, ഇത് കേട്ട് കേട്ട് മടുത്തു. എനിക്ക് എങ്ങനെ അയാളെ കാണണം, എന്റെ പേരിന് എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പൊ സുനീല മോൻ ഇപ്പൊ മേപ്പാടനെ കാണാം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ കുളിച്ചിട്ട് വരും. അയ്യേ കുശു വന്ന കാര്യം പറയൂ. ജോത്സ്യരെ, എനിക്ക് കണ്ട വിഷയമാണെന്നാണ് തോന്നുന്നത്. സകലമാന കേസുകൾ എൻ്റെ തലയിൽ ഒന്നങ്ങ് കയറും. പിന്നെ ആരും എൻ്റെ യഥാർത്ഥ പേര് വിളിക്കുന്നില്ല. എല്ലാവരും സുനീര മോനെ സുനീര മോനെ എന്നാണ് വിളിക്കുന്നത്. അതെങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി തരണം. ശരി, നിന്റെ യഥാർത്ഥ പേര് പറ. എന്തായാലും മേപ്പാടല്ല. മിണ്ടാതിരിക്കണം. കുറെ നേരമായി ഇതിനകത്ത് കിടന്ന മുന്തിരിയെല്ലാം വാരിത്തുന്നു. കൂട്ടുകാരൻ ഇതൊന്നും വിശ്വസിക്കുന്നത്. ആര് പറഞ്ഞു? അതെ, കിടില മുന്തിരിയും കൽക്കണ്ട്. എന്താടാ ജോത്സ്യരെ, അവന് വിശ്വാസമില്ല, എനിക്ക് തീരെ വിശ്വാസമാണ്. ഞാനൊന്ന് നോക്കട്ടെ, എന്തെങ്കിലും പരിഹാരം ഉണ്ടാകും. അപ്പൊ മുറുക്കിട്ട് തുടങ്ങാം. പോയില്ലേ ഉണ്ടാ? നിനക്കൊരു നല്ല കാലം വരാൻ പോകുന്നു. ആണോ? ഉടനെ നിന്റെ മംഗല്യ ഭാഗ്യം ഉണ്ടാവും. ആ പെൺകുട്ടി വഴി നിന്റെ ഈ പേര് മാറിക്കിട്ടും. ഒരു തകിട് ജപിച്ചു തരാം. വീട് എവിടെയെന്ന് പറഞ്ഞാൽ ഇവൻ അവിടെ കൊണ്ടുവന്ന് എത്തിക്കും. കലങ്ങ് ജംഗ്ഷൻ്റെ അവിടെ ചെന്ന് ആരുടെ ചോദിച്ചാലും പറഞ്ഞു തരും സുനീര മോന്റെ വീട് എവിടെയെന്ന്. ഇതാണോ ചെട്ടിയാര്? ചെട്ടിയാര അനിയൻ. അപ്പൊ ഇതാ ചെട്ടിയാര മോൻ. ചെട്ടിയാർ. അതിനത്ര ബിൽഡപ്പ് വേണ്ട. അങ്ങേറെ ചിങ്കിടിയാണ്. സുനിയുടെ മോനെ എത്ര താമസിച്ചത്? ജോത്സ്യനോടം വരെ പോയിരുന്നു. ജോത്സ്യന്റെ ഇവിടെ ചെറിയൊരു പണിയുണ്ടായിരുന്നു, കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്നു. ഇതാണോ നീ പറഞ്ഞ പുതിയ ആള്? ഒരു കാര്യം ചെയ്യ്, വണ്ടി കഴിവിട്. വണ്ടി ഭയങ്കര കൊണ്ടുപോളാണ്. വേറും കഴിഞ്ഞുള്ളൂ. നീ എന്ത് ചെയ്യാൻ പോണു? ഇവിടെ വണ്ടി കഴിവാൻ പറഞ്ഞു കേട്ടില്ലേ? അപ്പൊ ഞാൻ തിരിയിട്ട് വെള്ളം എടുത്തോണ്ടോടാ. വെള്ളം കുണ്ടി എഴുവാനല്ല വെള്ളം ചോദിച്ചത്, വണ്ടി എഴുവാനാണ്. ഇതുപോലെ ബക്കറ്റിൽ എടുത്തോണ്ടോടാ. അപ്പൊ നടുവളയുമായിരുന്നല്ലേ? ഭയങ്കര ഭാരം. ഞാൻ വെള്ളം ഒഴിക്കാൻ നീ കഴിവ്. ഇത് പശുവിനെ കുളിപ്പിക്കല്ല, വണ്ടി കഴുകുകയാണ്. രണ്ടുപേരും കൂടെ ഇവിടെ എന്തൊരു പരിപാടി? വണ്ടി കഴുകാൻ പറഞ്ഞു. ഒരാള് വണ്ടി കഴിയാ മതി. അങ്ങനെ ഇപ്പം വണ്ടി കഴുകും. നീ തേങ്ങ മതി.
തെങ്ങിന്റെ മുകളില് അടുക്കപ്പുറത്ത് പടാ. അപ്പം ചേട്ടാ സുനിയുടെ മോനെ ആഹാരം എടുത്തു വെച്ചിട്ടുണ്ട്, അടുക്കളപ്പുറത്തേക്ക് വാ. നിന്റെ കൂടെ എടുത്തോണ്ടായിരുന്നല്ലോ, അവനെ കൂടെ വിളിച്ചോ. അല്ല, അവൻ വീട്ടിൽ നിന്ന് കാപ്പ് കുടിച്ചിട്ടാണോ വന്നത്? ആ, എങ്കിൽ നീ വാ. ഓ ശരി. ദോശ മതിയാടാ. ഇച്ചിരി പഴഞ്ഞു ഇട്ട് വെച്ച്. താമരേ, സുനിയുടെ മോനൽപ്പം പഴങ്കഞ്ഞൂടെ എടുത്തു കൊടുക്ക്. വിജിലേഷ് ഇത് എവിടെ എന്തോ. തീരണേ ഇല്ലല്ലോ. വീട്ടിൽ കുഞ്ഞു തുമ്പോട്ട് കമ്പെടുക്കാത്ത ഞാനാണ് ഈ കിഴങ്ങനോട് ഇറങ്ങി കിടക്കുമ്പോൾ തേങ്ങയും കുറിച്ച് മനുഷ്യന്റെ ഊപ്പാട് വരും. തേങ്ങ തേങ്ങ ഒതിക്കണം. പ്രകൃതി പോലും എനിക്ക് എതിരാണല്ലോ ദൈവമേ. ഇത് കണ്ടാൽ ഇനി ഇതുകൂടെ പൊതിക്കേണ്ടി വരും. ഇങ്ങോട്ട് കിളക്കടാ. ഇവിടെ ഞാനും നീ ഒരുപോലെ തന്നെ കേട്ടോ. ഗുണ്ടസാറന്മാരെ തേങ്ങ പൊതിച്ച് വയറ് വെച്ചേക്കുന്നു. കാപ്പി പിടിക്കുന്ന എവിടെയാണ്? നീ കാപ്പി പിടിച്ചെന്ന് പറഞ്ഞത് ആര്? എന്റെ കൂട്ടുകാരൻ സുനീല. അയ്യോ, അയ്യപ്പഴാണ് കാപ്പി പിടിച്ചിട്ട് വയറ് വെച്ചേക്കുന്നു. നിന്ന് കറങ്ങാതെ തേങ്ങ എല്ലാം കൊണ്ടുവരാ. അത് കഴിഞ്ഞ് ടാങ്ക് വേണം. അത് കഴിഞ്ഞിട്ട് വേറെ പണി തരാം കേട്ടാ. ഇത്ര നാൾ ഈ പണിക്കാരാണോ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് തൊട്ട് നീ ചെയ്യണം. സുനിയുടെ മോൻ ചേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടായി. കാത്തു നിൽക്കണ നീയോ, കാതിലായി കാര്യം എന്നെ പറയുവാൻ മോഹം വന്നുവോ. മൂടി നിൽക്കണ മുകിലോ, നീ ഇളം കാറ്റോ മഴയോ, നിൻ പ്രണയമെന്തെന്നോതുമോ.
അരികിൽ പതിയെ തേനൂറും ചിരിയും കൊണ്ടേ മയങ്ങും സ്വപ്നലോകത്തിൽ ഞാനോ തനിയെ നിനക്കായി കാത്തിരിക്കുന്നു ഇവിടെ ഇവിടെ ഒരു താളമായി എന്നും എന്റെ നെഞ്ചിൽ. കണ്ണുകൾ തിരയുവതാരെ കണ്ണിമകളിടമുറിയാതെ കണ്ണോട് കണ്ണും കണ്ടേ നാം. നീ വരും വഴികളിലെല്ലാം നിന്നിഴൽ പോലെ നടക്കാൻ പതിവായി അലയുന്നില്ലേ ഞാൻ. നീ പാടി വരും പാട്ടെന്ന പോലെ നിൻ ചുണ്ടിൽ ഞാൻ മാത്രമേ തേടി വരും. നീ പോകയെന്നാൽ നിന്നരികെ ഞാൻ എന്നുമേ മറുപടി മനസ്സിൽ എനിക്കിന്നൊരുക്കി കാത്തു നിൽക്കണ നീയോ. കാതിലായി കാര്യം മെല്ലെ പറയുവാൻ മോഹം വന്നുവോ. മൂടി നിൽക്കണ മുകിലോ നീ ഇളം കാറ്റോ മഴയോ നിൻ പ്രണയമെന്തെന്നോതുമോ. നീ വാ എന്നരികിൽ പതിയെ തേനൂറും ചിരിയും കൊണ്ടേ മയങ്ങും സ്വപ്നലോകത്തിൽ ഞാനോ തനിയെ നിനക്കായി കാത്തിരിക്കുന്നു ഇവിടെ ഇവിടെ ഒരു താളമായി എന്നും എന്റെ നെഞ്ചിൽ. കാത്തു നിൽക്കണ നീയോ കാതിലായി കാര്യം എന്നെ പറയുവാൻ മോഹം വന്നു. മഞ്ഞു പെയ്യണ മലയോ മലയതിൻ ചെരിവോ മലരോ മലരിടും കാടോ കൂന്തലോ. ഞാൻ മേപ്പാടന്റെ അടുത്ത് പൂജയ്ക്കിരിക്കണ്, ഞാൻ പിന്നെ വിളിക്കാം. ചെട്ടിയാരെ, ഇവിടത്തെ മകൾക്ക് ഒരു മംഗല്യയോഗമുണ്ട്. അതിനു മുന്നോടിയായി ഒരു മംഗല്യ ഹോമം നടത്തണം. അടുത്ത വെള്ളിയാഴ്ച നല്ലൊരു മുഹൂർത്തമുണ്ട്, അന്ന് നടത്തണം. അന്ന് പറ്റില്ലല്ലോ വായപ്പാടാ, അന്ന് പളനിയിൽ തോട്ടത്തിൽ വിളവെടുപ്പാ. എന്നാ അതിന്റെ പിറ്റേ ദിവസം നടത്താം, അന്ന് നല്ല ദിവസമാണ്. അല്ല ചേട്ടാ, അതിന്റെ പിറ്റേ ദിവസം രാത്രിയല്ലേ ചേട്ടൻ പളനിയിൽ നിന്ന് വരും? അതും ശരിയാണല്ലോ മേപ്പാടാ, അതിന്റെ തൊട്ടടുത്ത ദിവസം നോക്കൂ. അന്ന് നടത്താൻ പറ്റൂല. അതെന്ത്? അവന്റെ ബർത്ത്ഡേ. അതിന് എവ ആര്? അന്ന് നടത്താം, ഫിക്സ്. സുനീല മോനെ, നീ ആ ചെട്ടിയുടെ മോളും തമ്മിൽ ഇഷ്ടത്തിലാണ് നിന്റെ അപ്പ പറഞ്ഞ സമ്മതിക്കൂ? ഇഷ്ടമായിരിക്കും, പക്ഷെ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. എനിക്കിപ്പോഴും കല്യാണ പ്രായമായിട്ടില്ലെന്നാണ് അപ്പം പറയുന്നത്. മൂക്കിലെ രോമം നിറച്ചു തുടങ്ങിയടാ, നീ ഏത് കാലത്ത് പെണ്ണ് കേട്ടാ? അതിന് മൂക്കിലെ രോമം നിറച്ചത് അപ്പം കാണില്ലല്ലോ. നീ എല്ലാം ആലോചിച്ചിട്ടുണ്ട്? ആലോചിച്ചു, പക്ഷെ എൻ്റെ ഈ നാട്ടിലെ പേരൊന്ന് മാറി കിട്ടണം. സുനീര മോനെ, സുനീര മോനെ. നീ വരെ എൻ്റെ ഒറിജിനൽ പേര് വിളിച്ചിട്ടുണ്ട്. നീ വരെ എന്നെ സുനീര മോനെ തന്നെ വിളിക്കുന്നത്. സ്ഥിരം നിന്നെ കേട്ട അങ്ങനെയല്ലേടാ. പക്ഷേ താമരയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചെട്ടിയാർ വീട്ടിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാവും. അപ്പോൾ അവിടെ നിനക്കൊരു സ്ഥിരം ജോലി ഞാൻ റെഡിയാക്കി തരും. എത്ര വലിയനായാലും നീ എന്നെ മറക്കൂടെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ ജോലി ഒന്നും എനിക്ക് വേണ്ടത്. നീ സ്ഥിരം എനിക്ക് ശമ്പളം മേടിച്ചു. നീ വാ, അപ്പനെ നോക്കിയിട്ട് വരാം. ഇങ്ങനെ എവിടെ കാണൂടെ? അപ്പാ 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 ഓടാ നിന്റെ അച്ഛ സുനി.
ചാറ്റ് ചെയ്യുന്നത്? കുറെ നേരമായല്ലോ. ഞാൻ നേരത്തെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് സീരിയസ് ആയിട്ട് ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോൾ എടാ പോടാന്ന് വിളിച്ച് അടുത്ത് വരുന്നു. എന്താ ഇത്ര സീരിയസ് കാര്യം? ഞാൻ ചാറ്റ് ചെയ്യുന്നില്ല, ഞാൻ അപ്സ്റ്റോക്സിലാണ്. അപ്സ്റ്റോക്സിൽ ഇപ്പോൾ ഷെയർ വാങ്ങിയും വിൽക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കും. ഒരു 100 രൂപ മതി നിക്ഷേപം തുടങ്ങാൻ. ഞാനും കേട്ടിട്ടുണ്ട് അപ്സ്റ്റോക്സിനെ കുറിച്ചൊക്കെ. ഇന്ത്യയിൽ അതിവേഗം വളരുന്ന ഷെയർ ബ്രോക്കേഴ്സിലൊന്നല്ലേ? അത് മാത്രമല്ല അപ്സ്റ്റോക്സിന് ഇപ്പം രത്തൻ ഡാറ്റയുടെ വരെ ബാക്കിംഗ് ഉണ്ട്. പിന്നെ നമ്മുടെ ആധാറും പാനും വെച്ചിട്ട് ഓൺലൈനിൽ ഈസി ആയിട്ട് നമുക്ക് അക്കൗണ്ട് തുടങ്ങാനും പറ്റും. പിന്നെ ഇപ്പൊ കുറെ ലിമിറ്റഡ് പീരീഡ് ഓഫറും ഉണ്ടെന്നാ കേൾക്കുന്നത്. ഉണ്ട്. ഫ്രീ അക്കൗണ്ട് ഓപ്പണിങ്ങും 1 മാസം ട്രേഡിങ്ങും ഫ്രീ ആണ്. അപ്പം ഞങ്ങൾ ഈ പറഞ്ഞ അപ്സ്റ്റോക്സിൻ്റെ ലിങ്ക് ഞങ്ങളുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാവരും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും.